We will discuss what is type 1 error and what is type 2 error. Type 1 error type 2 error എന്താണ് എന്നുള്ളതാണ്. എന്തായാലും എറർ ആണ്. രണ്ടും എന്താണ് എറർ സംഭവിക്കുന്നതാണ്. While testing hypothesis there are 4 possible decisions. എപ്പോഴും ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും 4 possible decisions ഉണ്ടായിരിക്കും. അപ്പം അത് ഏതൊക്കെയാ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്ന് accepting H0 when H0 is true. H0 ട്രൂ ആയിരിക്കെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അത് ട്രൂ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, അത് ആക്സെപ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതെന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. accepting H0 when H0 is true. അടുത്തത് reject H0 when H0 is true. H0 ട്രൂ ആയിരിക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് റിജക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ എന്തുണ്ട്, എറർ ഉണ്ട് അല്ലെ. ട്രൂ ഉള്ള ഒരു സാധനം റിജക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, എറർ ആണ്. ഇനി അടുത്തത് റിജക്ട് H0 when H0 is not true. ട്രൂ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അത് റിജക്ട് ചെയ്യേണ്ടി വരും. അതെന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണത്. അതായത് H0 ട്രൂ അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, റിജക്ട് ചെയ്യും. അടുത്തത് accept H0 when H0 is not true. H0 ട്രൂ അല്ലാതിരിക്കെ നമ്മൾ എന്ത് ചെയ്യാം, അത് ആക്സെപ്റ്റ് ചെയ്യാം. അതായത് H0 ട്രൂ അല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസരം വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രണ്ട് ഡിസിഷൻസ് എന്താണ് കറക്റ്റ് ആണ്. പിന്നെ എറർ സംഭവിക്കുന്ന ഏതൊക്കെയാണ്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ ഇങ്ങനെ ഓർത്ത് വെച്ചേക്കാം, H0 ഇങ്ങനെ ഒരു കോളാക്കി വെച്ചേക്കാം. H0 ഇത് എന്താണ് നൾ ഹൈപ്പോത്തിസിസ് ആണ്. H0 ട്രൂ ആയിരിക്കെ ട്രൂ ആയിരിക്കെ അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ H0 ട്രൂ ആയിരിക്കെ അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് എറർ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് എററാ, ഇവിടെ ക്രോസ് ഇട്ടു. ഇനി H0 ട്രൂ അല്ല, ട്രൂ അല്ലാതിരിക്കെ നമ്മൾ എന്തായാലും എന്താ ചെയ്യുള്ളൂ, അത് റിജക്റ്റേ ചെയ്യുള്ളൂ. അതെന്താണ് H0 ട്രൂ അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് കറക്റ്റ് ആണ്. അത് അവിടെ ടിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി H0 ട്രൂ ആയിരിക്കെ അത് ആക്സെപ്റ്റ് ചെയ്യും, ഉറപ്പല്ലേ. H0 ട്രൂ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി H0 ട്രൂ അല്ലാതിരിക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ട്രൂ അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അവിടെ ഒരു എറർ ഉണ്ട് അല്ലെ. അപ്പം ഇവിടെയും ആണ് എന്തിരിക്കുന്നത്, എറർ വന്നിട്ടുള്ളത്. അതില് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അതായത് H0 ട്രൂ ആയിരിക്കെ അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ടൈപ്പ് 1 എറർ എന്ന് പറയും. H0 ട്രൂ അല്ലാതെ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും, ടൈപ്പ് 2 എറർ എന്ന് പറയും. ഇനി പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽഫ എന്ന് പറയുന്നത്. ഈ ആൽഫയാണ് എന്ത്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇതാണ് എന്ത്, പ്രോബബിലിറ്റി. എന്ത്, ടൈപ്പ് 1 എററിന്റെ പ്രോബബിലിറ്റിക്കാണ് എന്ത് പറയുന്നത്, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ നമ്മുടെ MAPCന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് കാണാറുണ്ട്. അതേപോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു പിക്ചർ കറക്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഈ ഡിസിഷൻസ് അനുസരിച്ചിട്ടാണ് എന്ത് വരിക, ഇതില് കറക്റ്റ് ആയിട്ടുള്ള 2 ഡിസിഷൻ ഉണ്ടായിരിക്കും, റോങ് എറർ വരുന്ന 2 ഡിസിഷൻസ് ഉണ്ടായിരിക്കും. ആ എറേഴ്സ് ആണ് ഒന്ന് ടൈപ്പ് 1ഉം ഒരു ടൈപ്പ് 2ഉം. അതിൽ H0 ട്രൂ ആയിരിക്കെ അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ടൈപ്പ് 1 എറർ എന്ന് പറയും. H0 ട്രൂ അല്ല, ട്രൂ അല്ലാതിരിക്കെ അതിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും, ടൈപ്പ് 2 എറർ എന്നും പറയും. ഇനി പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററിനെയാണ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്.